കർണാടകയിലെ നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനായി മലയാളി IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിനിധികൾ സൗദിയിലെത്തി. കർണാടകയിലെ നിക്ഷേപങ്ങൾക്ക് മുടക്ക് മുതലിന്റെ 60% വരെ ഇൻസെന്റീവ് ലഭിക്കുമെന്നും നടപടിക്രമങ്ങൾക്ക് ഏകജാലക സംവിധാനമുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു. കർണാടകയിലെ നിക്ഷേപ സാധ്യതകൾ പ്രവാസികൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നതിനാണ് സർക്കാർ പ്രതിനിധികൾ ഗൾഫ് പര്യടനം നടത്തുന്നത്. മലയാളിയായ PC ജാഫർ IASന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ജിദ്ദയിലെത്തിയത്. IT, ടൂറിസം, ടെക്സ്റ്റൈൽ, കൃഷി തുടങ്ങി വിവിധ മേഖലകളിലെ നിക്ഷേപാവസരങ്ങൾ പരിചയപ്പെടുത്തിയ സംഘം ഏകജാലക സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും നിക്ഷേപകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും വിശദീകരിച്ചു. MSME ഡയറക്ടർ നിതേഷ് പാട്ടീൽ, ജോയിന്റ് ഡയറക്ടർ ജയകുമാർ, ഡോക്ടർ ശ്രീഹയിൽ എന്നിവർ നിക്ഷേപാവസരങ്ങൾ പരിചയപ്പെടുത്തി. മുടക്കുമുതലിന്റെ 60% വരെ ഇൻസെന്റീവായി തിരിച്ചു കിട്ടുന്ന നിക്ഷേപങ്ങളുണ്ടെന്ന് കർണാടക ഗവൺമെന്റിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി കൂടിയായ PC ജാഫർ പറഞ്ഞു. ഇപ്പം GCC രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് ബാംഗ്ലൂരിലും അതുപോലെ കർണാടകയുടെ മറ്റ് ഭാഗങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവസരങ്ങളെക്കുറിച്ച് ഈ രാജ്യങ്ങളിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയും അടുത്ത ജനുവരി മാസത്തിൽ ദമാമിലും ദോഹയിലും ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജിദ്ദയിൽ നടന്ന റോഡ് ഷോയിൽ ഇന്ന് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കർണാടക ഉദ്യോഗ മിത്രയിലൂടെ ഒരു സിംഗിൾ പോയിന്റ് എന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു ആശ്വാസനം കൂടെ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ മുടക്കുമുതലിന്റെ ഏകദേശം 40 മുതൽ 60% വരെ ഇൻസെന്റീവായിട്ട് തിരിച്ചു കിട്ടുന്നതും അതുപോലെ തന്നെ പല കൺസെഷൻസും കൊടുക്കുന്നത് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ PC ജാഫർ IAS 20 വർഷത്തിലേറെയായി കർണാടകയിലാണ് സേവനം ചെയ്യുന്നത്. ജിദ്ദ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ നിരവധി വ്യവസായികൾ പങ്കെടുത്തു. ന്യൂസ് ട്രയൽ ഡയറക്ടർ KM സിദ്ദീഖ് സ്വാഗതവും ജാവേദ് മിയാന്താദ് നന്ദിയും പറഞ്ഞു. നാസർ വെളിയങ്കോട് നേതൃത്വം നൽകി. ജലീൽ കണമകലം, 24 ജിദ്ദ.